മീഷോയിൽ ഓഫർ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആമസോണിനകത്ത് കുറച്ച് നാളായിട്ട് ഈ വിഷ് ലിസ്റ്റിലിട്ടിരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയുള്ള റിവ്യൂവും എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ ആമസോണിനകത്തുനിന്ന് വാങ്ങിയത് വൈറ്റ് കളറിലെ ഫ്ലോറൽ ടേപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതായത് പൂക്കളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചധികം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും ക്വാണ്ടിറ്റി ആയിട്ട് വാങ്ങിയത് 390 രൂപയായിരുന്നു. പക്ഷെ വന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഒരു റിബൺ ആണ് കേട്ടോ. ഈ ബൊക്കെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ അവർ ഭംഗിക്കായിട്ട് നേരത്തെയൊക്കെ ഈ ചുരുട്ടി ഇങ്ങനെ സ്പ്രിങ് പോലെ തൂങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു സാധനം വെക്കും. അതാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിനത്ര ക്വാളിറ്റി ഒന്നുമില്ല, കട്ടിയൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ എനിക്കിത് കൊടുത്താൽ കൊള്ളാം എന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു യെല്ലോ കളറിലെ ഫ്ലോറൽ ടേപ്പാണ്. അപ്പോൾ അതെനിക്ക് മാറ്റേണ്ടി വന്നില്ല. ആ സെയിം സാധനം തന്നെ, അതായത് ഞാൻ ഓർഡർ ചെയ്ത സെയിം സാധനം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇച്ചിരിയെങ്കിലും സമാധാനം വന്നു. പക്ഷേ അത് 390 രൂപയുടെ മറ്റേ വൈറ്റ് ഫ്ലോറൽ ടേപ്പ് എങ്ങനെയും കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അടുത്തത് മീഷോയിൽ നിന്നാണ് എനിക്കൊരു പണി കിട്ടിയത്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് വന്നതായി സ്പൈസ് ബോക്സ് ആയിരുന്നു കേട്ടോ. എപ്പോഴും വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ അവരായി സമയത്ത് എനിക്ക് അങ്ങ് തന്നു. അടുത്ത ഒരു പണിയെന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ബെഡ്ഷീറ്റാണ്, അതായത് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒട്ടും അഭിനയമല്ല, ഇത് ശരിക്കും എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ തന്നെയാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ വലിപ്പം കൊണ്ട് ഈ ഒരു ബെഡിൽ ഞാൻ എവിടെ കൊണ്ട് ഞാൻ തയ്ക്കാൻ, ഇതിന് ഇവർ തയ്ച്ച് വന്നപ്പോഴത്തേന് ഇതിനകത്ത് തികയാതെ വന്ന തുണി എനിക്ക് വേണ്ടി, എൻ്റെ സമാധാനത്തിന് വേണ്ടി എനിക്ക് അയച്ചു തന്നാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തലേണയുടെ കവർ ഇത്രയേ ഉള്ളൂ വലിപ്പം. ആദ്യം തന്നെ എനിക്ക് ദേഷ്യം സങ്കടം കൂടെ വന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു തലേണയുടെ വലിപ്പം കാണിക്കുക, ഈ തലേണയും അതുപോലെ തന്നെ ഇപ്പം കിട്ടിയിട്ടുള്ള തലേണ കവറിൻ്റെ വലിപ്പം കൂടെ നോക്കി. ഇത് ഞാൻ എവിടെ കൊണ്ട് ഒപ്പിക്കാനാണെന്ന് എനിക്കതിനെ അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ സാധനം റിട്ടേൺ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ റിട്ടേൺ ഇട്ടു. ക്യാഷ് റീഫണ്ടായിട്ട് വന്നു. അടുത്ത ദിവസങ്ങളിൽ ആൾ വന്ന് കളക്ട് ചെയ്യുകയും ചെയ്തു. അതേസമയം ആമസോണിനകത്ത് സാധനം എനിക്ക് റിട്ടേൺ ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏപ്രിൽ 2 വരെ സമയമുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇതുപോലെ അനുഭവം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ബൈ.